പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നു. ഈസ്റ്ററിന് മുന്നോടിയായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്തുവാൻ ലോകത്തൊരു പ്രതിബന്ധത്തിനും സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഉയിർപ്പ് ശുശ്രൂഷയ്ക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകുകയാണ്. ഇപ്പോൾ MG പ്രദേശ് പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. അതുപോലെ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങളുമായി മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ റാഫി കരീം പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കും. ആദ്യം കോഴിക്കോട്ടേക്കാണ്, ദേവമാതാ കത്തീഡ്രലിലേക്കാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, പള്ളികളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ അതിന് തുടക്കമായി കഴിഞ്ഞിട്ടുണ്ട്. കാഴ്ചകൾ എങ്ങനെയാണ്? രജിത്തെ, തീർച്ചയായും 10:30 ഞാനിപ്പോൾ നിൽക്കുന്ന ദേവമാതാ കത്തീഡ്രലിൽ ഈ ഒരു ചടങ്ങുകൾ ആരംഭിക്കുക. പ്രത്യേകിച്ച് കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഈസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശേഷ ദിനത്തിന് ഇവിടുത്തുകാർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. കോഴിക്കോട് അതിരൂപത ആർച്ച് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവായിരിക്കും ഈ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു ദിവസം കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട്, അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്ക് പ്രതികരണം തേടാവുന്നതാണ് ഈ ഘട്ടത്തിൽ. പിതാവേ, ഈസ്റ്ററാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും ഞാൻ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു. ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വന്നു. അതായത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പവർ യേശുവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഈ ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മളൊക്കെ ദൃശ്യമായതിൽ മാത്രം നിൽക്കാതെ അദൃശ്യമായതിലേക്ക് കടന്നു കയറണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദൃശ്യമായത് മാത്രമാണ് കാണുന്നത്, അദൃശ്യമായിട്ടുള്ളതിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അദൃശ്യമായതിനെ നമ്മൾ അന്വേഷിക്കുന്നുമില്ല. ഈസ്റ്റർ പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കൊരു ഈസ്റ്റർ കണ്ണുകൾ വേണമെന്നാണ്. ഉയർപ്പിൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയിൽ ഒരു കോഴിക്കുഞ്ഞിനെ കാണുവാൻ സാധിക്കുക, ഒരു പട്ടുനൂൽ പുഴുവിൽ ഒരു വർണ്ണശബളമായ പൂമ്പാറ്റയെ കാണാൻ സാധിക്കുക, മരണത്തിൽ ജീവൻ കാണാൻ സാധിക്കുക, കാൽവരിയിൽ പുനരുത്ഥാനം കാണുവാൻ സാധിക്കുക. ആ ഈസ്റ്റർ കണ്ണുകൾ ഉണ്ടാകാനാണ് നമ്മൾ ഈ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആ ഈസ്റ്റർ കണ്ണുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി പിതാവേ. തീർച്ചയായും ഇതാണ് ഈസ്റ്റർ സന്ദേശവുമായി ബന്ധപ്പെട്ട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് പറയുന്നത്. എന്തുതന്നെയായാലും 10:30 ഞാനിപ്പോൾ ഉള്ള ദേവമാതാ കത്തീഡ്രലിൽ ഇതുമായി ബന്ധപ്പെട്ട ദിവ്യബലി ആരംഭിക്കുക. ഉയർപ്പ് തിരുനാൾ ദിവ്യബലിയാണ്. ജീവിത സാഹചര്യങ്ങൾ, ഏത് ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളായാലും ഒരു ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിൻ്റെ ഈ ഒരു തിരുപ്പിറവി എന്നതാണ് ഈസ്റ്ററിലൂടെ എല്ലാവർക്കും ആയി നൽകുന്ന സന്ദേശം. സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം 10:30 ഈ പള്ളിയിൽ ദിവ്യബലി ആരംഭിക്കുക. വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ശരി, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മിഥില ബാലൻ. MG പ്രദേശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. MG പ്രദേശ് പാളയം സെന്റ് ജോസഫ് പള്ളിയിലാണുള്ളത്. പ്രതീഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. പ്രതീഷ്. അർജിത്ത്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനാ ചടങ്ങുകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് 7:30 തന്നെ ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രലിലാണ് ആദ്യം ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. ആ 7:30 ആരംഭിച്ച ചടങ്ങുകൾ 10 മണിവരെ നീണ്ടു നിന്നിരുന്നു. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും പ്രദക്ഷിണവും ഉൾപ്പെടെ ഈസ്റ്ററുമായി
ബന്ധപ്പെട്ട ഈ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നിരുന്നു. ഈ കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മിസ് ബാവയുടെ നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ ചടങ്ങുകളും പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. ഒപ്പം ദിവ്യബലി ഉൾപ്പെടെ മറ്റ് ശുശ്രൂഷ ചടങ്ങുകൾ ഉൾപ്പെടെ തന്നെ പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിലും ഇപ്പോൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈസ്റ്റർ. ഏകദേശം 50 ദിവസം നീണ്ട നോമ്പാചരണവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് വിരുന്നോട് കൂടിയുള്ള ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസികൾ കടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് നിലവിൽ വിവിധ പള്ളികളിൽ നടക്കുന്നത്. ഈ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഈ 50 ദിവസത്തെ ഒരു നോമ്പിൻ്റെ പരിസമാപ്തി കൂടിയാണ് ഈ ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ പ്രത്യാശയുടെ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളത്. ആ കഴിഞ്ഞുപോയ പീഡാനുഭവ ഭാരത്തിന് അവസാനമാകുന്നു ഈസ്റ്ററോട് കൂടിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ഒരു ശുഭകരമായ ഒരു ഉയർപ്പുണ്ടെന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഒരുക്കത്തിലുമാണ് ക്രൈസ്തവ വിശ്വാസികൾ. അല്പസമയത്തിനകം തന്നെ ഈ പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. ഈ മെഴുകുതിരികൾ തോമസ് ജെ നെറ്റയുടെ സാന്നിധ്യത്തിൽ തെളിയിച്ച് ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടായിരിക്കും ഈ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും വലിയ ഒരു സന്തോഷത്തിലും ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഒക്കെ തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളത്. ശ്രീജിത്ത്. MG പ്രതീഷ് സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തോമസ് ജെ നെറ്റോയാണ് അവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ പോകുന്നത്. പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കാൻ പോവുകയാണ്. ഈസ്റ്ററിന് മുന്നോടിയായുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ദേവാലയങ്ങളിൽ നടക്കുന്നു. പാതിരാ കുർബാന നടക്കാൻ പോകുന്നു. പ്രത്യേക തിരുക്കർമ്മങ്ങൾ തുടങ്ങാൻ പോകുന്നു. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബദ്ധത്തിനും സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സന്ദേശം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പുറത്തു വന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾക്ക് വിവിധ സഭാ മേലധ്യക്ഷന്മാർ നേതൃത്വം നൽകുകയാണ്. ഇനി തിരുവാങ്കുളം സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കണം. റാഫി കരീം തയ്യാറാണെന്നാണ് കരുതുന്നത്. റാഫി, അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ റാഫി കേൾക്കാമോ? ഈസ്റ്ററിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക ചടങ്ങുകൾ, പ്രാർത്ഥനകൾ, തിരുക്കർമ്മങ്ങൾ. വിശദാംശങ്ങൾ എന്താണ്? തിരുവാങ്കുളത്തു നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ റാഫി? 50 ദിവസം നീണ്ടു നിന്ന നോമ്പ് അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം തന്നെ വിശുദ്ധ വാരത്തിനും ശേഷം ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ക്രൈസ്തവ സമൂഹം. അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. പാതിരാ പ്രാർത്ഥനകൾക്കും ഒപ്പം തന്നെ കുർബാനകൾക്കും അതിനുശേഷമുള്ള ഉയർത്ത് ചടങ്ങുകൾക്കുമുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഈ പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് ക്രൈസ്തവ സമൂഹം കടക്കും. ഇവിടെ ഞാൻ നിൽക്കുന്ന എളംകുളം സെൻറ്റ് ജോർജ് ചർച്ചിൽ ഇവിടെ മാർ റാഫേൽ തട്ടിലായിരിക്കും കുർബാനകൾക്ക് നേതൃത്വം നൽകുക. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലുള്ള വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്ററിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. എന്തായാലും ഈ വിശ്വാസികൾ ഇന്ന് പാതിരാ കുർബാനകൾക്കായി ഈ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നും, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും വിവിധ പള്ളികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു. അടുത്ത